എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തന്ത വൈബിലേക്ക് സ്വാഗതം. ഞായറാഴ്ച രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങുകയാണ്. സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓംലെറ്റ് അടിക്കാൻ നേരി, ഇതും ഒരു ഓംലെറ്റ് അടിക്കാൻ നേരി. എണ്ണ ഒന്ന് ഒഴിക്കട്ടോ. എണ്ണയും ഒഴിച്ചു, മുട്ടയും കൊത്തി വെച്ചു. ഉപ്പ് ഇതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇട്ടാൽ മതി. എണ്ണന്ന് പറഞ്ഞാൽ മറ്റേ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലും പിന്നെ മുട്ടയും ഒഴിച്ചു. അത് ഇനി എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ തിരിച്ചിട്ടാല് ഇത് സെറ്റാവും. എന്നിട്ട് ഇത് യെല്ലോ എടുത്ത് ഒഴിവാക്കാൻ അതിന് ഇത് തിരിച്ചിടണം. തിരിച്ചിടണമെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു. ഇങ്ങനെ തിരിച്ചിട്ടാല് അയ്യോ അത് പൊട്ടിയുണ്ട്. എൻജീവ് 10 മണി ഇട്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. എൻജീവ് പറയുന്നത് കേട്ട തോന്നുന്നു എന്തോ വലിയ തിരക്കിട്ട പണിക്ക് പോവാണ്. ഒന്നുമല്ല, ഞങ്ങള് കൊടിയത്തൂർ എവിടെ ഒരു മറ്റേ വണ്ടിപ്പൂട്ടുണ്ട്, അത് കാണാൻ പോകണം എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാനാണോ താല്പര്യം അങ്ങോട്ട് പോകും. ഈ സംഭവം രഞ്ജീവിന്റെ ആ സ്കൂട്ടിയിൽ ഇരുന്നാല് ഞങ്ങളന്ന് 200 കിലോമീറ്റർ അങ്ങനെ ഓടിയെന്ന് പറയില്ലേ, അത്രയും ഓടിയിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്നലെ എന്റെ വണ്ടിയില് ആ കോഴിക്കോട് വരെ പോയി വന്നപ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 28-30 കൂട്ടം 60 കിലോമീറ്റർ ഒരു സെറ്റ. ഇപ്പോ രാവിലെ പോകാൻ തുടങ്ങിയാല് ഓർമ്മസിനെ ഒന്ന് കളിച്ച് ഒരു എനിക്ക് മാറ്റം ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. രാത്രി പോകുന്നുണ്ടാവുന്നൊന്നും കഴിയുന്നില്ല. ഇന്ന് ഫൈനലല്ലേ, അർജന്റീന സ്പെയിൻ. അത് കഴിഞ്ഞാല് ചൊവ്വാഴ്ച മുതൽ ഞാൻ രാവിലെ ജിമ്മിന് പോകും. രാവിലെ നേരത്തെ പോകും. 6 മണിക്കാണ് അവിടെ ഓപ്പൺ ചെയ്യാ. 6 മണിക്ക് പോകാൻ പറ്റിയാൽ ഒരു 8 മണി മുതൽ ഇവിടെ ചൂടൊന്ന് പോട്ടെ, ഫ്രീ എന്ത് കഴിക്കട്ടെ. ഇതാണ് രാവിലത്തെ ഭക്ഷണം കേട്ടോ. കഴിച്ചിട്ട് കാണാം. ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ ഫാന് വേണമെന്ന് പറഞ്ഞിട്ട് അത് ക്യാഷ് അമ്മ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിക്കൊടുക്കാന്ന് കരുതി അങ്ങനെ പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ കൊടിയത്തൂരെത്തി. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് പോകുന്നതാണ്. പക്ഷെ ഇപ്പോഴല്ല, ഉച്ചക്ക് 2 മണിക്കാണ്.
വണ്ടിയൊക്കെ കുറച്ചൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വണ്ടികൾ. ആ, ഇനിയിപ്പോ പോയി വരാൻ തോന്നുന്നു. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 11:30 ആയിട്ടേ ഉള്ളൂ. തരരാരി, തരരാരി. എനിക്ക് തോന്നുന്നു കാണാൻ രസം ഉണ്ടാവും. ശരിയിലായിരുന്നു. ഇതിപ്പോ എന്താ നേരെയാണല്ലോ. ഇനി വരയ്ക്കാണ്. ട്രാക്ക് ട്രാക്ക് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ആ റൗണ്ട് അടിച്ച് ഇങ്ങനെ പാടാറുണ്ട്. നമ്മൾക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ഉച്ചയ്ക്ക് വന്നിട്ട് നോക്കാം. ഇത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ ട്രാക്ക്. ഇത് ഓഫ് റോഡ് അല്ലേ, വണ്ടിപ്പൂട്ടല്ലേ. അപ്പോ നമ്മൾക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ. ഓഫ്റോഡല്ല, വണ്ടിക്കൂട്ടാണ്. അപ്പൊ അത് വേറെന്തോ പരിപാടിയാണ്. എന്തായാലും നിങ്ങളൊന്ന് കറങ്ങി വരട്ടെ. സംഭവിച്ചറിയാം, ഞങ്ങൾ കാണണ്ടെന്ന് കരുതി തിരിച്ചു പോയി. അപ്പോ വേറെ വഴിക്ക് ഈ അങ്ങാടിന്ന് ഞങ്ങൾ അങ്ങോട്ട് അതിലെങ്ങനെ തിരിഞ്ഞ് ചെറുവാടി നിന്ന് ചെറുവാടിക്കാ വേറെ റോഡിന് തിരിഞ്ഞു പോയി. ഞങ്ങൾ കറങ്ങി പിന്നെയും ചെറുവാടിക്ക് തന്നെ വന്നു. അയ്യോ, ഇതൊരു ലൂപ്പ് ലൂപ്പ് ലൂപ്പ്. ഇനിയിപ്പോ വലത്തോട്ട് പോയാൽ മുക്കത്തേക്ക് പോവാം. നേരെ പോയ മാവൂര്. മറ്റെവിടെ പോയാലോ? സങ്കേതം വെയിലായി. സങ്കേതം ക്ലോസ് ചെയ്ത് പിന്നെ ഓപ്പൺ ആക്കിണ്ടെന്ന് തോന്നുന്നു. ആ റോഡിന് പോയോക്കല്ലേ. ഇപ്പൊ ഞങ്ങൾ നേരത്തെ പോയ റോഡ് തന്നെ. അതിലെങ്ങനെ ഞങ്ങളൊരു എത്ര കിലോമീറ്റർ പോയിണ്ടാവും? ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഒരു 5-6 കിലോമീറ്റർ പോയി പിന്നെ ഞങ്ങൾ കറങ്ങിയതാ ഈ അങ്ങാടിയിലേ തന്നെ എത്തി. ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഒരു പരിപാടി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ രഞ്ജീവിൻ്റെ ബൈക്കിൽ ഇങ്ങനെ കയറിയിരുന്നാൽ മതി. അങ്ങനെ അതിലേൽ പുതിയ റോഡുകളൊക്കെ ഇങ്ങനെ കാണാം. ഇപ്പം തന്നെ ഈ അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ കണ്ടില്ലേ, കറങ്ങി ഞങ്ങൾ അരീക്കോട് എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ കറങ്ങി തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തി. ഞങ്ങളങ്ങനെ പോന്ന് സങ്കേതം റോഡിലെത്തിയിട്ടുണ്ട്. സങ്കേതത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ പോവാണ്. പെണ്ണ് കാണാൻ പോവാണ് സങ്കേതത്തിലും. സങ്കേതം ക്ലോസ് ആണെന്നല്ല കേട്ടത് ഇവേ. ആ സമയത്താ പ്രശ്നമില്ല. അങ്ങോട്ട് പോകാനൊക്കെ പറ്റുന്നില്ല. ഇവിടെ നല്ല മഴ പെയ്ത സമയത്ത് ഇങ്ങോട്ടുള്ള പ്രവേശനം ബ്ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വലിയ ആൾക്കാരൊന്നുമില്ല, വെള്ളമില്ല.
പുളിശ്ശീനുണ്ട് അവിടെ പുളിശ്ശീൻ. പാലട പായസം സാരില്ല. മെസ്സി 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 ആണ് സങ്കേതം. സങ്കേതത്തിൽ പിന്നെ അതെന്താ ആ കോട്ട് വാങ്ങണല്ലോ അല്ലേ? രഞ്ജി കോട്ട് എടുത്തില്ല പോലും. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാ പെട്ടെന്ന്. എന്താണ് ചെയ്യുന്നത്? പാലട വാങ്ങണോ? ഐസ്ക്രീം വേണ്ട, പാലട പാലട ഉണ്ട്. മധുരമായതുകൊണ്ട് ഞങ്ങള് ഡയറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പായസം കഴിക്കുന്നത്. ഞങ്ങളിനി നല്ല മധുരമുള്ള അഭിഷേകം കഴിക്കും. ലെവൽ മഴ പെയ്യുന്നുണ്ട്. പിന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വണ്ടീൻ്റെ പുറകെ വിടുകയാണ്. അവന് ഫോൺ ഉപയോഗിച്ചിട്ട് ഫോണിൽ കാര്യപ്പെട്ട എന്തെങ്കിലും കോളൊക്കെ ആണെങ്കിൽ ഞങ്ങളങ്ങ് വെറുതെ വിടുകയായിരുന്നു. ഇതവന് റീല് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഫോണിൽ. ഉണ്ടോ റീല് കണ്ടുകൊണ്ട് അവന് വണ്ടി ഓടിക്കുന്നത്. എനിക്കിൻ്റെ ജീവന് നല്ല ദേഷ്യം വന്നിട്ട് കണ്ടിട്ട്. എന്തോ തിരക്കിട്ട് ചെയ്യുമ്പോലെ റീലിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പം ഞങ്ങൾ കരുതി അതൊന്ന് വീഡിയോ എടുക്കാമെന്ന്. കണ്ട ഇമാതിരി മക്കളെ കണ്ടാൽ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞോളാം. സ്പീഡിൽ ഞാൻ പറയും. ആ സ്പീഡിൽ വിട്, ഞാൻ പറഞ്ഞോളാം. ഫോണിൽ കളിക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കും. അത് കേട്ടപ്പം അവന് ഫോൺ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾക്കിങ്ങനെ പതിയെ ശരിയാക്കി എടുക്കാം. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.